ലക്ഷ്മികാന്തൻ മർഡർ കേസിൽ MK ത്യാഗരാജ ഭാഗവതർ അറസ്റ്റിലാവുന്നു. എന്താണ് ലക്ഷ്മികാന്തൻ മർഡർ കേസ്? നമുക്ക് നോക്കാം. ഈ ലക്ഷ്മികാന്തൻ എന്ന് പറയുന്ന വ്യക്തി അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയിലെ ഇൻഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം ജേർണലിസ്റ്റ് ആയിരുന്നു. സിനിമാ ദൂത് എന്ന പേരിൽ ലക്ഷ്മികാന്തൻ തുടങ്ങിയ സിനിമാ വാരിക വളരെ വലിയ സക്സസ് ആയിരുന്നു. കാരണം അതിൽ കൂടുതലും അന്നത്തെ ടോപ്പ് ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസിനെ കുറിച്ചുള്ള അപകീർത്തികരമായ വാർത്തകളും അവരുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കുൽസിത സ്റ്റോറീസും ഒക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഒട്ടുമിക്ക ആക്ടേഴ്സും അവരുടെ അത്തരത്തിലുള്ള കഥകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മികാന്തനെ പണം കൊടുത്ത് ഒതുക്കുമായിരുന്നു. എന്നാൽ MK ത്യാഗരാജ ഭാഗവതരും അന്നത്തെ വലിയ കോമഡി ആക്ടേഴ്സിൽ ഒരാളായിരുന്ന NS കൃഷ്ണനും SM ശ്രീരാമലു നായിഡു എന്ന് പറയുന്ന ഒരു ഡയറക്ടറും ചേർന്നിട്ട് അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്ന ആർതർ ഓസ്വാൾഡ് ജെയിംസ് ഹോപ്പിന് ഒരു മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്യുന്നു. ലക്ഷ്മികാന്തന്റെ സിനിമാ തൂത് എന്ന വാരികയുടെ ലൈസൻസ് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ ഒരു മെമ്മോറാണ്ടം അവർ സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ ആ ലൈസൻസ് പിൻവലിക്കപ്പെടുന്നു. എന്നാൽ ലക്ഷ്മികാന്തൻ വ്യാജരേഖകൾ ഉപയോഗിച്ച് മാഗസിൻ നടത്താൻ ശ്രമിക്കുന്നു. പക്ഷെ മാസങ്ങൾക്കകം തന്നെ അത് അടച്ചുപൂട്ടേണ്ടതായിട്ട് വരുന്നു. എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത ലക്ഷ്മികാന്തൻ ഹിന്ദു നേഷൻ എന്ന പേരിൽ പുതിയൊരു മാഗസിൻ തുടങ്ങി വീണ്ടും സെയിം പരിപാടി തന്നെ റീസ്റ്റാർട്ട് ചെയ്തു. അണ്ണനാരമോൻ. ഇത്തവണത്തെ മെയിൻ ഇരകൾ എന്ന് പറയുന്നത് ഭാഗവതരും NS കൃഷ്ണനും പിന്നെ മറ്റു ചില പ്രമുഖ ആക്ടേഴ്സുമായിരുന്നു. അങ്ങനെ ഇരിക്കെ 1944 നവംബർ 8 ലക്ഷ്മികാന്തൻ തന്റെ സുഹൃത്തും വക്കീലുമായ J. നർഗുണത്തിനെ കണ്ടതിന് ശേഷം തന്റെ റെസിഡൻസിലേക്ക് മടങ്ങി പോകുമ്പോൾ വേപ്പാരിയിലുള്ള ജനറൽ കോളിൻസ് റോഡിൽ വെച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നു. അതിൽ ഒരാൾ ലക്ഷ്മികാന്തനെ കത്തി ഉപയോഗിച്ച് കുത്തുന്നു.